ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദൈവകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി, ഈ ലോക ജീവിത ദുഃഖങ്ങളെല്ലാം കുറഞ്ഞിട്ട് സുഖം. രണ്ടും ആണല്ലോ, ദുഃഖത്തിലും സുഖത്തിലും ഒരേ അവസ്ഥയാവണം. സുഖവും ദുഃഖവും ഇല്ലാതിരിക്കത്തില്ല. രണ്ടും ഇടകലർന്നാണ് ജീവിതം. എന്നാൽ ദുഃഖം വന്നാലും സുഖം വന്നാലും സമത്വം ഉണ്ടാകണം. നമുക്ക് ദുഃഖത്തിൽ ദുഃഖിക്കാനും പാടില്ല, സുഖത്തിൽ സന്തോഷിക്കാനും വേണ്ട. രണ്ടും ഒരേ മനസ്സോടി പോകണം. അതാണൊരു ഭക്തൻ. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരേ അവസ്ഥ. എല്ലാ മക്കളും അങ്ങനെ ആകണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതിൻ്റെ ബാക്കി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ശബരിക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കാൻ, ശബരിയെ ശ്രീരാം ഭഗവാൻ വന്ന് കണ്ട് അവർക്ക് യാത്രയാവാനായിട്ട് അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, ഭഗവാനെ കാണുമ്പോൾ മോക്ഷം പ്രാപിക്കാമെന്ന്. അത് അവർ ചോദിക്കുന്നു, മൽഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ട് ഒരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവാൻ ഉത്തമേ. ശബരിയോട് പറയുന്നു, ഭഗവാൻ പറയുന്നു, ശ്രീരാമ ഭഗവാൻ പറയുന്നു, ഭക്തിക്ക് വേണ്ടുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്. 9 കാര്യങ്ങൾ അതിൽ പറയുന്നത്. അത് നമ്മൾ കുറച്ച് വായിച്ചത്, നമുക്ക് എന്തായാലും ഒന്നുകൂടെ വായിക്കാം. ഭക്തി ഒന്നൊഴിഞ്ഞ് മറ്റില്ല കാരണം ഏതും. ഭക്തി കൊണ്ടാണ് സാധിക്കുന്നത്, അല്ലാതെ മറ്റൊന്നിനാലും സാധ്യമല്ല. മുക്തി വന്നിടുവാനും ഇല്ല മറ്റേതു ഒന്നും. മറ്റ് പിന്നെ പുണ്യതീർത്ഥത്തിൽ പോവുകയോ സ്നാനം ചെയ്യുകയോ യാഗകർമ്മങ്ങളോ ഒന്നും കൊണ്ടും, ദാനധർമ്മങ്ങളോ ഒന്നും കൊണ്ടും ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരമാത്മാവിൽ ലയിക്കാൻ പറ്റൂ. അതാണല്ലോ മോക്ഷം. അതുകൊണ്ട് തീർത്ഥസ്നാനാദി തപോ ദാന വേദ അധ്യയന ക്ഷേത്ര ഉപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല. ഒന്നുകൊണ്ടും ഭഗവാനെ പ്രത്യക്ഷമാക്കാൻ പറ്റുകയില്ല, കാണാൻ പറ്റുകയില്ല. എന്നെ മൽഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ട് ഒരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവാൻ ഉത്തമേ. അപ്പോൾ ഭക്തി അല്ലാതെ മറ്റൊന്നുകൊണ്ട് എന്നെ കാണാൻ, ഭഗവാനെ കാണാൻ പറ്റുകയില്ല. അതിന് എന്താ വേണ്ട, ഭക്തി സാധനം വേണ്ട സംക്ഷേപിച്ച് ഞാൻ പറയാം ഉത്തമേ, കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി നമുക്ക് വേണ്ടിയാണിത്. ശബരിയൊക്കെ അങ്ങ് പോയി, അവർ വേണ്ടുന്ന സ്ഥലത്തേക്ക് പോയി. നമുക്ക് ഇനി അത് മനസ്സിലാക്കണം. കേട്ടുകൊള്ളുക. ഉത്തമന്മാരും ഉത്തമമായ സ്ത്രീകളും പുരുഷന്മാരും ഇത് കേൾക്കണം. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ ഞാൻ ഒന്നും പറയുന്ന ആളല്ല. അറിവുള്ളവർക്ക് ഇത് കേൾക്കണ്ടല്ലോ. അപ്പോൾ ഉത്തമേ കേട്ടുകൊള്ളുക, മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. ഒന്നാമത് പറയുന്ന സജ്ജന സംഘം, നല്ല ഭക്തന്മാർ. ഈ സജ്ജനസ് എന്താണ്? ഈശ്വരനെ എപ്പോഴും ആരാധിച്ച് അത് മാത്രം വഴിയാക്കി വെച്ചേക്കുന്ന സജ്ജനം. അവർക്ക് ഈ ലോകത്തുള്ള യാതൊരു ചർച്ചയും അവരെ കാണത്തില്ല. അതുകൊണ്ടാണ് ആ സംഘം നമുക്ക് വേണമെന്ന് പറയുന്നത്. അവരിൽ എപ്പോഴും ഭക്തിമാർഗം മാത്രമേ അവരുടെ ഉള്ളിൽ നിന്ന് വരത്തുള്ളൂ. കാണാനും കേൾക്കാനും എല്ലാം അതാ അവിടെ ഉള്ളത്. അതുകൊണ്ട് സജ്ജന സംഘം. പിന്നെ അടുത്തത് മൽകഥ ആലാപം. ഭഗവാന്റെ കഥകൾ ഇങ്ങനെ നാമം ചൊല്ലുക, ആലപിക്കുക. രണ്ടായേ. പിന്നെ രണ്ടാം സാധനം, മൂന്നാമത് രണ്ടാം സാധനം വൈരാഗ്യം. രണ്ടാം സാധനം വൈരാഗ്യം. കാരണം ഇതൊക്കെ എല്ലാത്തിനും ത്യജിച്ച് പരമാത്മാവിൽ ലയിക്കാനുള്ള വൈരാഗ്യം നമുക്ക് വേണ്ടേ. അല്ലാതെ ആരെയും അടിച്ചു കൊല്ലുക എന്നുള്ള വൈരാഗ്യം അല്ല ഇത് പറയുന്നത്. പിന്നെ മൽ ഗുണേരണം. പിന്നെ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക. മൽ വചോ വ്യാഖ്യാതൃത്വം. ഭഗവാന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കുക. അത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞതാ. മൽകുല ജാത ആചാര്യ ഉപവാസ അഞ്ചാമത്. കാരണം ഉപാസന, അതായത് മൽകുല, ഭഗവാന്റെ കുലത്തിൽ ജാതമായ ആചാര്യന്മാരുണ്ട്, അവരെ ഉപാസന ചെയ്യണം. അതാണ് അഞ്ചാമത്. പുണ്യശീലത്വം. യമനിയമാദികളോട് എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമത്. ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഭഗവാനെ എപ്പോഴും ഒരു മുട്ടും പാടില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇന്ന് ലോകത്ത് എന്തെങ്കിലും നമുക്ക് ഇന്നത് എനിക്കില്ല, അല്ലെങ്കിൽ പൈസയൊക്കെ കുറവാണ്, എനിക്ക് അത് മുട്ടാണ്, ഇല്ലെങ്കിൽ മുട്ടെന്ന് പറയും. ഇവിടെ ഭഗവാനെ പ്രാർത്ഥിക്കാനും മുട്ടാൻ പാടില്ല. എത്രത്തോളം ഭഗവാനെ വർണ്ണിക്കാം, ആരാധിക്കാം, അതങ്ങനെ അങ്ങ് ഇഷ്ടം പോലെ അങ്ങ് പാടുകയും പുകഴ്ത്തുകയും ചെയ്യുക. അല്ല അവിടെ അതിന് ദാരിദ്ര്യം പാടില്ല. എന്നുവെച്ചാൽ ഇന്നും ഒരുപാട് പേരെന്താ പറയുക, അല്പം ഒരു
രാമ 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 തീർന്ന്. അദ്ദേഹം നമ്മുടെ ആത്മാവിൽ രമിക്കത്തക്കോണം നമ്മൾ ഇഷ്ടംപോലെ നാമം ചൊല്ലി നോക്ക്, നമുക്ക് തനിയേ ഭക്തി വർദ്ധിക്കും. അത് ചെയ്യാത്തതുകൊണ്ടാണ്, അവർക്കതിന് സമയമില്ല. ഇന്ന് ആർക്കും സമയമില്ല, ചൊല്ലാനും താല്പര്യമില്ല, മുട്ടാണ്. പിന്നെ എങ്ങനെ അവരുടെയൊക്കെ വീടുകളിൽ മറ്റു കാര്യങ്ങൾ മുട്ടാതിരിക്കും? ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ മുട്ട് വന്നാൽ പിന്നെ നമുക്ക് മറ്റ് സാധനങ്ങൾ ഈ ലോക ജീവിതത്തിൽ മുട്ട് വരത്തില്ലേ? അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈശ്വരനെ ആരാധിക്കാൻ എത്രത്തോളം ആരാധിച്ചാലും മതി വരത്തില്ല. അതാണ് എൻ്റെ അനുഭവം, അങ്ങനെയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ഈ പ്രായത്തിൽ 72ാമത്തെ വയസ്സാണ്, 71.5 വയസ്സായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എത്ര പറഞ്ഞാലും ഭഗവാൻ അല്ലെങ്കിൽ അത്രത്തോളം വയ്യാതെ ആയിരിക്കണം, എന്നാലും എനിക്ക് വയ്യായ്മ വരത്തില്ല. ഇതൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മുട്ടാതെ പറയുന്നത്. നമ്മൾ മുട്ടെന്ന് വെച്ചാൽ കുറച്ച് ചൊല്ലി ആക്കാനും വേണ്ടി ഓർക്കാനിക്കുന്നതൊക്കെയാണ് ചിലർ ചൊല്ലുന്നത്. അതിന് യാതൊരു അർത്ഥവും ഇല്ല. അത് ചൊല്ലാത്തതാണ് നല്ലത്. അതുകൊണ്ട് മുട്ടാതെ പൂജിക്കുന്നുള്ളത് 6ാമത്. മന്മന്ത്രോ ഉപാസകത്വം 7ാമത്. ഭഗവാന്റെ മന്ത്രങ്ങളെ ഉപവസിച്ചിങ്ങനെ ജപിക്കുക 7ാമത്. 8ാമത് മംഗലശീലെ കേട്ടു ധരിച്ചു കൊള്ളേണം. ഇതൊക്കെ നീ മനസ്സിലാക്കൂ ശബരി. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാ. ഇത് ആർക്കാണിത്? നമുക്ക്. ശബരിയൊക്കെ അവർ മോക്ഷം പ്രാപിച്ച് പോയി, നമുക്കാണത് ആവശ്യം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന്. ഈ പറഞ്ഞതൊക്കെയാണ് ആവശ്യം. ഇനി സർവ്വഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും. അപ്പോൾ സർവ്വ ജീവജാലങ്ങളോട് നമുക്ക് ഒരു വൃക്ഷത്തിന് അതും നമുക്ക് കാരണം ഒരു സസ്യം അത് അയ്യോ അതിന് ക്ഷീണമുണ്ട്, അത് ഉണങ്ങി നിൽക്കും. നമ്മുടെ മുമ്പിൽ ഒരു വൃക്ഷം, ഒരു ചെടി നിന്നാൽ അതിങ്ങനെ വെയിൽ കൊണ്ട് വാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മന്മതി ഉണ്ടാകണം. അയ്യോ അതിന് അല്പം ദാഹത്തിന് അല്പം വെള്ളം അതിന് കൊടുക്കണം. നമ്മൾ അതിൻ്റെ മൂട്ടിലോ അതിൻ്റെ തലപ്പിലൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണ്ടേ? അതിന് ദാഹമില്ലേ? അപ്പോൾ അതാണ് മന്മതി. അതുപോലെ ജീവജാലങ്ങൾ എന്തായാലും, അത് പക്ഷിയായോ മൃഗമായോ നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ അവർക്ക് ഒരു കിളി, നമ്മൾ എപ്പോഴും ഈ ഉണക്കൊക്കെ വന്നാൽ അല്പം പാത്രത്തിലൊക്കെ കുറച്ച് ജലമൊക്കെ മുറ്റത്ത് വയ്ക്കുക, എന്തെങ്കിലും ആഹാരങ്ങൾ എവിടെയെങ്കിലും അങ്ങ് ഇട്ടേക്കുക, അതിന് വേണ്ടും വന്ന് കഴിച്ചോളും. ഇങ്ങനെയൊക്കെ ഒരു മന്മതി നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് സർവ്വഭൂത, അതാണ് ഭഗവാൻ നോക്കുന്നത്. ഇത് ആർക്ക് കൊടുക്കുന്നത്? അപ്പോൾ അത് നമ്മൾ ചെയ്തത് ഈശ്വരന് ചെയ്യുന്നത് തുല്യമാണ്. നാക്കിടക്ക പ്രാണികളൊക്കെ വന്ന് കഴിക്കുമ്പോൾ അവരുടെ സന്തോഷം അതൊക്കെ ഈശ്വരന് കാണാതെ മൊത്തം ഭഗവാനാണല്ലോ. ഈ ലോകത്ത് ഒന്നും തന്നെ അല്ലാതില്ല, സർവ്വതും പരമാത്മാവ് തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇതെല്ലാം ഈശ്വരനെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരു ചെടിക്ക് അല്പം വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ദാഹം പോലല്ലേ അതിന് ദാഹം. എന്നാൽ ശരിക്കും അല്ലാതെ കാടുകളെ അത് കാണുന്നത് അവിടെ നല്ല ചോലയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ക്ഷീണം വരത്തില്ല. നമ്മുടെയൊക്കെ മുറ്റത്ത് നിൽക്കുന്നില്ല, വെയിൽ കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വല്ലാതെ അങ്ങ് വാടി നിൽക്കും. അതേസമയം വനങ്ങളിലൊക്കെ നിൽക്കുന്നതിന് വാട്ടം വരത്തില്ല. കാരണം അതിനെ രക്ഷിക്കാൻ അടുത്തടുത്ത വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, അത് തണലിലൊക്കെ നിൽക്കുന്നത് കുഴപ്പമില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വാടി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അറിയും ഇതിന് ക്ഷീണമുണ്ട്. ക്ഷീണം കണ്ടാൽ ഉടനെ ഇല വാടും. അപ്പോൾ നമുക്ക് ഓടി ചെന്ന് അല്പം വെള്ളം കൊടുക്കണം. അതാണ് മന്മതി ഉണ്ടാകുന്നത്. ഇത് സർവ്വഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും സർവദാ ഭക്തന്മാരിൽ പാരം ആസ്തിക്യവും. ഭക്തന്മാരെ കാണും ഭഗവാനെ കണ്ടതുപോലെ പൂജിക്കണം. അവർ എല്ലാം ഈശ്വരനാണല്ലോ. ഈശ്വരനല്ല ഒന്നല്ല. ഭക്തന്മാർ പ്രത്യേകിച്ച് എന്താ, ഒരു ഭക്തൻ്റെ ഉള്ളിൽ എപ്പോഴും പരമാത്മാവ് വസിക്കുമല്ലോ. അപ്പോൾ ആ സർവദാ ഭക്തന്മാരിലും അതുണ്ടാകണം. സർവബാഹ്യ അർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും. ഈ കാണുന്ന സർവബാഹ്യാർത്ഥങ്ങൾ, ഈ പുറമേയുള്ള ഈ ലോകത്തുള്ള ഈ പുറമേ എന്ന് വെച്ചാൽ ഈ ലൗകികമായ അർത്ഥം ധനങ്ങളിൽ വൈരാഗ്യമാണ്. അത് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട തന്നെ. നമുക്ക് അതിനെ ആഗ്രഹിക്കരുത്. അത് നമുക്ക് അതിനെ ത്യജിച്ചിട്ടേ നമുക്ക് ഭഗവാനിൽ ചേരാൻ പറ്റും. അതുകൊണ്ട് സർവബാഹ്യാർത്ഥങ്ങൾ, ഈ പുറമേ കാണുന്ന സർവത്തിൽ നമുക്ക് ആഗ്രഹം വേണ്ട. അതിലൊക്കെ വൈരാഗ്യം തന്നെ ഇരിക്കട്ടെ. കഴിക്കേണ്ടാത്തത് നമുക്ക് തോന്നും ഇന്നതൊക്കെ ഭയങ്കര അതൊക്കെ ദോഷമാണ്, നമുക്ക് ഈ മത്സ്യമാംസം കഴിക്കുന്നത്. നമ്മൾ ത്യജിച്ചാൽ അത് ത്യജിക്കുക തന്നെ. അതിന് ചിലർ 5-6 ദിവസം ത്യജിച്ചിട്ട് പിന്നെയും പോകും. അത് കഴിക്കാതെ ഒരിക്കലും പാടില്ല, വേണ്ട. അത് വൈരാഗ്യം തന്നെ ഇരിക്കുക. അതൊക്കെ വൈരാഗ്യം. 2ാം സാധനമായ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് വേണ്ടാത്തതിന് പോകരുത്, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കാൻ പോകരുത്, തിന്നാൻ കൊള്ളാത്തത് ഇതൊക്കെ ശവക്കറി എന്ന് പറഞ്ഞ പോലെ അതൊന്നും നമുക്ക് പാടില്ല ഒരു ഭക്തന്. ഇതൊക്കെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും. ഇതൊന്നും മാത്രമല്ല, ആഡംബരമായ പലതും ഉണ്ട്. നമ്മുടെ പുറമേ കാണുന്ന ഒന്നിലേക്കും താല്പര്യം വേണ്ട. സർവ്വലോകാത്മാ ഞാനെന്ന് എപ്പോഴും ഉറയ്ക്കുകയും. സർവ്വലോക ആത്മാ, ഈ ലോകം മൊത്തവും ത്രിലോകങ്ങൾ നിറയുന്ന പരമാത്മാവ് ഞാനെന്ന് ഉറയ്ക്കണം. ഇവിടെ ആരാണ് പറയുന്നത്? പരമാത്മാവായ ശ്രീരാമ ഭഗവാൻ. ആ പരമാത്മാവ് ആ ഭഗവാനാണെന്ന് ഭഗവാൻ പറയുമ്പോൾ ഭഗവാനായി പറയുന്നത്. നമ്മൾ പറയുമ്പോൾ എന്ത് വേണം? ഈ പരമാത്മാവും നമ്മളിലുള്ള എല്ലാവരുടെ ഉള്ളിലുള്ള. അപ്പോൾ ഞാൻ എന്ത് പറയണം? എന്നിലും ഉണ്ട്, അത് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അങ്ങനെ ആയിത്തീരും. നമുക്ക് ഉറയ്ക്കണം.
ഈ ലോകം നിറയ്ക്കുന്ന സർവാത്മാ എന്നിലുണ്ട്. പരമാത്മാവായ ശ്രീരാമൻ പറയുന്നു ഞാനെന്നുറയ്ക്കണം. കൃഷ്ണനും പറയുന്നു ഞാനാണ്, ഞാനും പറയുന്നു ഞാനാണെന്ന്. അങ്ങനെ ആകണം നമ്മളും. ശ്രീരാമഭഗവാനെ പോലെ നമ്മളും ആകണം. ഞാനെന്ന് ഞാൻ ഉറയ്ക്കണം. ഈ ഈ പരമാത്മാവ് ഞാനാണെന്ന് എന്നിലും എനിക്ക് ഉറപ്പ് വേണം. ശ്രീരാമഭഗവാൻ പറയുന്നു, ശ്രീരാമഭഗവാൻ ഞാനെന്ന് ഉറയ്ക്കണം. ശബരി ചിന്തിക്കുന്ന ശബരി അതാണ്. നമ്മളത് ആകണം, അതായി തീരണം. തത്വമസി എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല അവിടെ അജ്ഞാനിപ്പെടേണ്ട നമ്മളങ്ങനെ ആയിത്തീരണം. അപ്പോൾ ഇവിടെ ശ്രീരാമഭഗവാൻ നമ്മളും ആണ്, നമ്മളിൽ പരമാത്മാവാണ് വസിക്കുന്നത്. അതുകൊണ്ട് സർവ്വലോകാത്മാ ഞാനെന്ന് എപ്പോഴും ഉറയ്ക്കണം. അങ്ങനെ അതിനെക്കൊണ്ട് ആവാത്തവർ ശ്രീരാം ഭഗവാനാണെന്ന് കണ്ടാൽ മതി. കൃഷ്ണനും ഒക്കെ ആണ് ഭഗവാനാണ് എന്ന് നമുക്ക് ആദ്യത്തെ പടിയൊക്കെ അങ്ങനെയാണ്. അതുവരെ നമ്മളങ്ങനെ ആകാൻ പറ്റത്തില്ല. ഇതായിത്തീരുമ്പോൾ പിന്നെ അങ്ങനെ കൃഷ്ണൻ എന്നുള്ളൊരു രൂപം നമുക്ക് ഇല്ലാതെ വരും. കൃഷ്ണനും നമ്മളെല്ലാം ഒരുപോലെ ശരീരം എടുത്തു. കൃഷ്ണൻ ഇവിടെ ഒരു ഗുരു നമുക്ക് ഉപദേശം തരാൻ വേണ്ടി വന്നു. നമ്മളും അത് കേൾക്കാനായിട്ട് വന്നു. എല്ലാം ഏകമായ പരമാത്മാവിൻ്റെ അംശങ്ങൾ തന്നെയാണ്. അപ്പം നമ്മളും അതല്ലേ. അങ്ങനെ ആയിത്തീരുമ്പോൾ പിന്നെ എന്താണ്, നമ്മളത് ആയിത്തീർന്നു. അങ്ങനെയാണ്. പിന്നെ ലോകത്ത് അരൂപിയായിരുന്ന പരമാത്മാവ് മാത്രമേ ഉള്ളെന്ന് നമ്മൾ മനസ്സിലാക്കും. ഏകാത്മാവ് തന്നെയാണെന്ന്. എന്നാൽ ഒന്നാണോ? അല്ല. രണ്ടാണോ? അല്ല. ഒന്നുമല്ല രണ്ടുമല്ല. ഇതിനിടയ്ക്ക് നമുക്ക് പറയാം ഭഗവാൻ ഏകനെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നായി ഇതിനെ രണ്ടെന്ന് കണ്ടുപോയി. അതുകൊണ്ട് ഒന്നുമല്ല രണ്ടും അല്ലാത്തൊരവസ്ഥ. എങ്കിലും നമ്മൾ പറയുന്നത് എന്താ? ഏകാത്മാവെന്നാ പറയുന്നത്. കാരണം പരമാത്മാവ് ശിവശക്തി നിർമ്മാണം അതും രണ്ട് ഭാവമായി. അതുമാത്രമല്ല ത്രിമൂർത്തികളായിട്ട് വന്ന് ഏകാത്മാവ് കൂടെ ത്രിമൂർത്തികളായി ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായി. ഇതുകൊണ്ട് നമുക്ക് ഒന്നെന്നും പറയാൻ കടുപ്പിച്ച് പറയാൻ വയ്യ. രണ്ടാണോ? അതുമല്ല. അത് രണ്ടിൻ്റെ അവസ്ഥ വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഈശ്വരൻ ഏകനായ പരമാത്മാവ് തന്നെയാണ്. ഇതെല്ലാം നാനാത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ തന്നെ അറിയും നമ്മൾ തന്നെ അതാണെന്ന്. അതുകൊണ്ട് സർവ്വ ലോകാത്മാ ഞാനെന്ന് എപ്പോഴും ഉറയ്ക്കയും. അങ്ങനെ ഉറച്ചവർക്ക് പിന്നെ ശ്രീരാമഭഗവാന്റെ വിഗ്രഹം ഒന്നും നമുക്ക് വേണ്ട. ആ ഉറപ്പ് നമ്മളിലുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ വേറൊരു ദേഹത്തെ കാണുന്നത്. നമ്മൾ തന്നെ ക്ഷേത്രമായി കണ്ടാൽ പോരെ. പരമാത്മാവ് നമ്മളിൽ തന്നെ വസിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മെ തന്നെ കണ്ടാൽ പോരെ. അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ രൂപം വേണ്ട, ശ്രീരാമദേവൻ്റെ രൂപം വേണ്ട. ഇതെല്ലാം പരമാത്മാവിൻ്റെ ഏറിയ പരമാത്മാവ് തന്നെ. അതായിത്തീർന്ന് നമ്മളും അത് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലും അത് തന്നെയാണെന്ന് നമ്മൾ അറിഞ്ഞു വരുമ്പോൾ തന്നിലേക്ക് തന്നെ നമ്മൾ കണ്ടെത്തി അതിനെ രുചിച്ചറിഞ്ഞ് അതിൻ്റെ അനുഭവം നമ്മൾ മനസ്സിലാക്കി അത് പരമാത്മ ചൈതന്യം എന്താന്ന് തീർത്തും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മെ തന്നെ ആണെന്ന് മനസ്സിലാക്കി അറിഞ്ഞാൽ പോരെ. അതാണ്. അത് അറിയുന്നതുവരെയും തന്നെ അറിയുന്നത് വരെയും നമുക്ക് ഏത് വിഗ്രഹത്തെ ആയാലും പരമാത്മാവിനെ സങ്കല്പിക്കാം, പൂജിക്കാം, എല്ലാം ചെയ്യാം. പിന്നെ നമ്മെ തന്നെ നമുക്ക് പൂജിച്ചാൽ മതി. എൻ്റെ അച്ഛനെ തന്നെയായിരുന്നു പൂജിക്കുന്നത്. ദേവന്മാരെ പൂജിക്കും. ആദ്യമേ അച്ഛൻ്റെ ഇപ്പോൾ ചന്ദനം തിരി ആയാലും ഇങ്ങനെ ഒഴിയുമ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ നെറ്റിയുടെ അവിടെയാണ്. കാരണം അവിടെ പരമാത്മാ വസിക്കുന്നത് കൊണ്ട് അവിടെ അങ്ങനെ ഒഴിഞ്ഞിട്ടേ പിന്നെ ദേവനെ പൂജിക്കാറുള്ളൂ. അങ്ങനെ തീർന്നവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. അതുകൊണ്ട് തത്വവിചാരം കേൾ 9 ഭദ്രേ. ചിത്തശുദ്ധിക്ക് മൂല ആദി സാധനം നൂന. ഇതൊക്കെയാണ് മനസ്സ് ശുദ്ധമാവാൻ ഈ 9 കാരണങ്ങൾ നമുക്ക് വേണം. ഭക്തി ഉണ്ടാകാനും ഭക്തിക്കും വേണ്ട സാധനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്ത് ശബരിക്ക്. ഉക്തമായതോ ഭക്തി സാധനം നവവിധം. 9. നവത്തിന് പുതിയതൊന്നും അർത്ഥമുണ്ട്. ഇവിടെ ഇത് 9 കൂട്ടം കാര്യങ്ങൾ പറയാം. ആദ്യമേ പറയാം സജ്ജന സംഘം. അങ്ങനെ ഓരോന്നോരോന്ന് 9 കാര്യങ്ങളൂടെ പറഞ്ഞു. ഇതെല്ലാമാണ് ഉക്തം. യഥാർത്ഥത്തിൽ ഇത്രയാണ് വേണ്ടത് ഈ ഭക്തി സാധനത്തിന്. നവവിധ 9. ഉത്തമേ ശബരി ഉത്തമേ ഭക്തി നിത്യം ആർക്കുള്ളൂ വിചാരിച്ചാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്തി ആർക്കാണുള്ളത് വിചാരിച്ചാൽ അങ്ങനെ ആർക്കും ഇതെല്ലാം ഒത്തുവരാനും ഈ ഒരു അനുഭവം ഉണ്ടായി വരാനും ചിലർക്ക് ലക്ഷത്തിലോ അല്ലെങ്കിൽ പരമാത്മാവായ കൃഷ്ണൻ പറയുന്നത് 1000-ൽ 1. ഞാനും എന്തോ പറയാനാ, എനിക്കും അങ്ങനെ 1000-ലോ ലക്ഷത്തിലൊക്കെ ഒന്നേയുള്ളെന്ന് എനിക്കും പറയാൻ പറ്റൂ. ഇതെല്ലാം കൂടെ ഒത്തുവരണം. അല്ലാതെ ഒരുപാട് പേർക്ക് ഭക്തിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നവവിധ ഈ 9 കാര്യങ്ങളോട് നമ്മൾ അനുഭവത്തിലാകുന്നു എന്നതാണ്. അതും കൂടെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ശരിക്കും കറക്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഈ ചിത്തശുദ്ധിക്ക് മൂലം ആദി സാധനം നൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധം 9 വിധം. ഉത്തമേ ഭക്തി നിത്യം ആർക്കുള്ളൂ വിചാരിച്ചാൽ. ഇതുപോലെ ആർക്കാ ഉള്ളത് ഇത് ഓർത്താൽ
യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. അതുണ്ടെങ്കിൽ അവർക്കുണ്ടെന്നർത്ഥം. ഈ തത്വാനുഭൂതി അപ്പം ഇത് തിര്യക്ക് യോനിജങ്ങൾക്കോ മൂഢന്മാർക്കോ നാരികൾക്കോ പുരുഷന്മാർക്കോ പ്രേമലക്ഷണയായ ഭക്തി ഭഗവാനിൽ. അപ്പോൾ നമ്മൾ പറയത്തില്ലേ ഈ ഭാഗവത്തിൽ ഗോപികമാർ എത്രമാത്രം പ്രേമത്തിലാണ് ഭഗവാനെ സ്നേഹിച്ച് ഭക്തിപൂർവം. അവർക്ക് ഈ അറിവൊന്നുമില്ല, പക്ഷെ അവർക്ക് പ്രേമമാകുന്ന ഭക്തിയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ പ്രേമലക്ഷണമായ ഈ ഭക്തി ആർക്ക് സംഭവിക്കുന്നു? അപ്പോഴാണ് വാമലോചനെ ശബരി മമ ഭഗവാനിൽ തത്വ അനുഭൂതി ഉണ്ടാകും. ആ പരമാത്മാവിൽ നമുക്ക് അനുഭൂതി ഉണ്ടാകണം. ആ ഒരു ആനന്ദ നിർവൃതി, ആ ആത്മാനുഭൂതി, പരമാത്മാവുള്ള ആ ആത്മാനുഭൂതി നമ്മൾ ആർക്കുണ്ടാകും? അതാണ് അവർ അപ്പോൾ മനസ്സിലാക്കണം ഇത് അങ്ങനെയുള്ളവർക്കുണ്ട് എന്ന്. അതാണ് പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതി ഉണ്ടാം. തത്വാനുഭവം സിദ്ധനായാൽ മുക്തിയും വരും. അതനുഭവിച്ച് വരുമ്പോൾ അതാണ് മുക്തി, മോക്ഷം. അപ്പോൾ ഈ അനുഭവം, ഈ ഒരു തത്വ അനുഭൂതി ആർക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പരമാത്മാവെന്ന് വസിക്കുന്നതെന്നും അത് നമ്മൾ തന്നെയാണെന്നും നാം തന്നെയാണെന്നും രുചിച്ചറിട്ട് ആ അനുഭൂതി ആർക്ക് സംഭവിക്കുന്നു? അതാണ് യഥാർത്ഥ മുക്തി. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത്, ഇത് എവിടെ പോയാലും കിട്ടുന്നൊരു സാധനമല്ല, അമ്പലത്തിൽ പോയാൽ കിട്ടത്തില്ല. ഇത് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടത്, ഇത് പ്രയത്നിച്ച് നമ്മൾ തന്നെ അങ്ങനെ ആക്കി എടുക്കേണ്ടതാണ്. അമ്പലത്തിൽ പോയാൽ കിട്ടും, അവിടെ പോകണ്ടെന്നല്ല. നല്ല പ്രഭാഷണങ്ങളൊക്കെ നല്ല ഭക്തന്മാർ ഉള്ള അമ്പലത്തിൽ ഇതൊക്കെ നല്ല പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോകുന്നത് നല്ലതാണ്. അല്ലാതെ ഇന്ന് ഒരുപാട് അമ്പലങ്ങളിൽ സന്ധ്യയാകുമ്പം കുളിച്ചൊരുങ്ങി ഒരു പോക്കുണ്ട്. അമ്പലത്തിൽ പോയി ചുറ്റും ഒന്ന് കറങ്ങി ഒരു വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ ഒരു പ്രസാദമൊക്കെ വാങ്ങിച്ച് ഓടിഞ്ഞ് പോരും. അതൊന്നും അറിഞ്ഞ് നമ്മളെന്തോ കർമ്മം നടത്തിയതുപോലെ ഉള്ളൂ. പക്ഷെ നമ്മൾ ആനന്ദിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കണം, ഭക്തിപരമായിട്ടുള്ള. അത് കേട്ട് 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 ശ്രവിച്ചിരിക്കുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഭക്തി വർദ്ധിക്കും. അതിന് നല്ലതാണ് സജ്ജന സംഘം. അല്ല നമ്മുടെ വീട്ടുകളിൽ സജ്ജനങ്ങൾ എങ്ങനെ കിട്ടാനാ? അമ്പലത്തിൽ പോയാൽ അതൊക്കെ വരും. അങ്ങനെയുള്ള അമ്പലങ്ങളിൽ ഇതൊക്കെ ഉള്ളിടത്ത് പോയി ഈ ഭാഗവത പാരായണം കേൾക്കുക, അതിനെ വ്യാഖ്യാനിക്കണം. ഇതൊക്കെ അർത്ഥങ്ങൾ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ എന്തൊരു ആനന്ദം അത് കേൾക്കാൻ. നമുക്ക് അറിഞ്ഞുകൂടാത്തത് കേൾക്കുമ്പോൾ അത്രയ്ക്ക് സന്തോഷം ഉണ്ടാകും ഭക്തന്മാർക്ക്. ഭക്തി ഉള്ളവരെ അവിടെ ചെന്ന് ഇരിക്കത്തുള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഭക്തി വർദ്ധിക്കാൻ വേണ്ടി. അല്ലാത്തൊരു പോയി ഇരിക്കത്തില്ല, ഒരിക്കലും ഇരിക്കത്തില്ല. അവരിനി 10 ജന്മം കൊണ്ട് ജനിച്ചാലും അത് ആയി വരാൻ വലിയ പാടാണ്. ഇത് കഴിഞ്ഞ ജന്മത്തെയുള്ള സുഹൃതം കൊണ്ടാണ് ഇത് തോന്നിക്കുന്നത്, അങ്ങനെയുള്ള മക്കൾ തന്നെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ തത്വാനുഭവം സിദ്ധനായാൽ, ഈ തത്വമസിയുള്ള അത് നമുക്ക് സിദ്ധി വന്നാൽ എന്തൊരു മുക്തിയും വരും. തത്ര ജന്മനി മർത്യൻ ഉത്തമ തപോധനെ. അങ്ങനെ തത്ര ജന്മനി മർത്യൻ ഉത്തമ തപോധനെ. ഈ ഉത്തമേക തപോധനയാണ് ഈ ശബരി. ഇത് അവർക്കിത് ഒത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഭഗവാൻ പ്രത്യക്ഷമായി കണ്ടത്. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. അപ്പോൾ ഈ മോക്ഷത്തിന് കാരണം മറ്റൊന്നുമല്ല, ഭക്തി തന്നെയാണ്. പക്ഷേ ഇതിലെ 9 കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളത്തിൽ വരണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാത്ത പ്രവൃത്തി ചെയ്യുകയും ദുഷ്പ്രവൃത്തിയൊക്കെ ചെയ്ത് ഒന്നും അറിയാത്തവരൊക്കെ ഭക്തി അത് വരത്തില്ലല്ലോ. ഇത് വരണമെങ്കിൽ നല്ല ഒരു ഹൃദയത്തിനുടമയായിരിക്കണം. അതുകൊണ്ട് ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭാഗവതാഠ്യേ അത്രമാത്രം ശ്രേഷ്ഠമായ ഭക്തി. ഭാഗവതാഠ്യേ കഠിനമായ ഭക്തിയാണ് ആ ശബരിക്കാവുന്ന ഭഗവാൻ പറഞ്ഞത്. ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ. ഭഗവാനോട് അത്രമാത്രം പ്രിയമുള്ളവളെ. പിന്നെ മുനിപ്രിയേ, മുനിയായി അത്രമാത്രം പ്രിയമായി ഭഗവാൻ അവരോട്. എന്താ കാരണം? ഭഗവാനോട്ട് ചേർന്നിരിക്കുന്ന ഒരു മുനിയായി മാറി. അവർ ഈ തത്വം ഉള്ളിലായവരാണ് ശബരി. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭാഗവതാഠ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ. ഭക്തി ഉണ്ടാകൊണ്ട് കാണായി വന്നിതു തവ മുക്തിയും അടുത്തിതു നിനക്ക് തപോധനെ. നിന്റെ ഭക്തി ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇത് എന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ നിനക്ക് സാധ്യമായത്. തവ ഭക്തി ഉണ്ടാകൊണ്ട് കാണായി വന്നിതു നിനക്ക് തവ മുക്തിയും അടുത്തിതു നിനക്ക്. അതുകൊണ്ട് മുക്തിയും അടുത്തു നിനക്ക് തപോധന. നിനക്ക് ഇനി ഇതെല്ലാം സാധിച്ചു കഴിഞ്ഞു. ജാനകി മാർഗം അറിഞ്ഞിടിൽ നീ പറയണം. അപ്പം ഇവർക്ക് മുക്തി അടുത്ത് മോക്ഷത്തിലേക്ക് കടക്കാനുള്ള ഇതെല്ലാം മോക്ഷം പ്രാപിച്ച് പോകാനുള്ള സമയമായി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ജാനകിയുടെ സീതാദേവിയുടെ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് പറയണം. ജാനകി അവിടെ പറഞ്ഞേക്കുന്നത് എന്തോ ഈ
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് അവർ ഈ കൈയൊക്കെ ഛേദിച്ച് യഥാർത്ഥമായപ്പോൾ വലിയ പറയും ശബരിയുടെയൊക്കെ ആശ്രമത്തിൽ ചെന്നാൽ എല്ലാം സീതകളെ പറ്റി പറഞ്ഞു തരും. അതാണ് ഇപ്പോൾ ഭഗവാൻ ചോദിക്കുന്നത്. ജാനകി മാർഗം, ജാനകിയുടെ വഴി, എവിടേക്കാണ് പോകേണ്ടത്, ജാനകി സീതദേവി എവിടേക്കാണെന്നുള്ള അറിഞ്ഞീടിൽ നീ പറയണം. നിനക്കറിയാമെങ്കിൽ അത് പറയൂ. കേനവാ നീത സീത മൽപ്രിയ മനോഹരി, സീതയെ ആരാണ് കൊണ്ടുപോയത്, എങ്ങോട്ടാ എന്നുള്ളതാണ് അറിയേണ്ടുന്നത്. അത് ശബരിക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരൂ എന്നാണ് ശ്രീരാം ഭഗവാൻ പറയുന്നത്. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലം അകലുമാറാതരാൽ ഉര ചെയ്താൽ, വിഷമങ്ങളെല്ലാം മാറിയിട്ട് ആദരവോട് തന്നെ ഭഗവാനോട് പറയുന്നു. എല്ലാ വിഷമങ്ങളും മാറിയിട്ട് പറയുന്നു, സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞൻ എന്നാകിലും. ഈ സർവവും പരമാത്മാവിനെ അറിയാം, സർവജ്ഞനാണ്. എന്നാലും എന്താ ലോക അനുസരണാർത്ഥം ചോദിച്ചതല്ലേ ഭഗവാൻ, ഇങ്ങനെ ശ്രീരാമഭഗവാൻ ചോദിച്ചല്ലേ എവിടെയാ എന്താ എന്നുള്ള ചോദിച്ചതുകൊണ്ട് പറയാം. അല്ലെങ്കിൽ ഈശ്വരൻ അറിയാത്തത് എന്താ ഉള്ളേ, പരമാത്മാവല്ലേ ശ്രീരാമദേവൻ. പക്ഷേ അത് ഒന്നും അറിയാത്തതായില്ല. എങ്കിലും ലോക അനുസരണാർത്ഥം ഇങ്ങനെ ഭഗവാനോട് അവതരിച്ചതുകൊണ്ട്, മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് കുറേ മറവികളൊക്കെ ഉണ്ടാകും. മനുഷ്യരൂപം എടുക്കുമ്പോൾ അങ്ങനെയാണ്. യഥാർത്ഥ സാക്ഷാൽ പരമാത്മാവാണെങ്കിലും പോകെ പോകെ അങ്ങനെ ആകും. പക്ഷേ ആദ്യമായിട്ടൊക്കെ കുറച്ചൊക്കെ ഈ ശരീരം എടുത്തു പോയില്ലേ, അപ്പോൾ ഈ ലോക ജീവിതത്തിലേക്ക് കടക്കണ്ടേ. അതുകൊണ്ട് ലോക മനുഷ്യനെ പോലെ ആയല്ലോ. അതുകൊണ്ട് ലോക അനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരിതനിൽ വാഴുന്നു നൂനം. അപ്പോൾ അങ്ങനെ ലോക അനുസരണാർത്ഥം ചോദിച്ചതുകൊണ്ട് പറയാം, സീതാദേവി ലങ്കാപുരിയിൽ ഖേദേന ദുഃഖിച്ചു അവിടെ കഴിയുന്നു. കൊണ്ടുപോയത് ദശകണ്ഠൻ എന്നറിഞ്ഞാലും അത് കൊണ്ടുപോയത് രാവണനാണ്. കണ്ടിതു ദിവ്യദൃശ തണ്ടലർ മകളെ, ഞാൻ ഇവിടെ ദിവ്യദൃഷ്ടി കൊണ്ട്, ശബരിയുടെ ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ കണ്ടു സീതാദേവിയെ. മുമ്പിലാമാറ് കുറഞ്ഞോന്ന് തെക്കോട്ട് ചെന്നാൽ, കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ പശ്യ പർവ്വത വര ഈർഷ്യമൂഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. അപ്പോൾ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ കാണാം പമ്പ സരസ്, പമ്പ നദി. അവിടെ അതിൻ്റെ തൽപുരോഭാഗെ, അതിൻ്റെ പുറകുവശത്ത് പശ്യ പർവ്വതവര ഈർഷ്യമൂഖാഖ്യം, ഒരു ഈർഷ്യമുഖ എന്ന ശ്രേഷ്ഠ ഒരു പർവ്വതം കാണും. തത്ര വിശ്വസിച്ചിരിക്കുന്നു. അവിടെ ആരാ? സുഗ്രീവൻ കവിശ്രേഷ്ഠൻ, കവികളിൽ ശ്രേഷ്ഠനായ സുഗ്രീവൻ അവിടെ തത്ര വിശ്വസിച്ചിരിക്കുന്നു. എന്താ കാരണം? അദ്ദേഹം അയാളുടെ ജ്യേഷ്ഠനെ ഭയന്നിരിക്കുക, ഒളിച്ച് പാർത്തിരിക്കുക. ആര്യ? ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്കും മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. അവിടെ ബാലിക്ക് ചെല്ലാൻ പറ്റത്തില്ല, ഒരു മുനിയുടെ ശാപം ഉള്ളതുകൊണ്ട് ബാലി അവിടെ ആ പർവ്വതത്തിൽ കയറാത്തതുകൊണ്ട് അവിടെ ആരാ ബാലിയെ പേടിച്ച് ആ സങ്കേതത്തിൽ ഭയന്ന് ഇരിക്കുന്നത്? സുഗ്രീവൻ അവിടെ മാത്രമേ അയാൾക്ക് പറ്റൂ. മറ്റെങ്ങോട്ട് പോലും ഈ ബാലി ഈ സുഗ്രീവനെ വധിക്കും, കൊല്ലും. അത് ഭയന്നിട്ട് അവിടെയാണ് ആ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇദ്ദേഹം വസിക്കുന്നത്. ബാലിയെ ഭയന്നിട്ട് ബാലിക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റുകയില്ല. അവിടെ ചെന്നാൽ ഒരു മുനിയുടെ ശാപം കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റുകയില്ല. അതുകൊണ്ട് പശ്യ പർവ്വതവര ഈർഷ്യമൂഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ. അവിടെ വിശ്വസിച്ചിരിക്കുക. അവിടെ നിന്ന് യാതൊരു വിഷമവും ഉണ്ടാകത്തില്ല, മരണവും ഉണ്ടാകത്തില്ല. അവിടെ സന്തോഷത്തോടെ അവിടെ കഴിയുന്നു. ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് സങ്കേതമായ അനുദിനം അവിടെ ഒളിച്ച് ദിവസം അവിടെ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ബാലിക്കും മുനി ശാപം പേടിച്ചു ചെന്നുകൂടാ. മുനിയുടെ ശാപം കൊണ്ട് ബാലിക്കും അവിടെ കയറാൻ പറ്റുകയില്ല. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴിപോലെ. അപ്പോൾ ഈ 4 മന്ത്രികളും ഉണ്ട് കൂട്ടിന് സുഗ്രീവന്. അതുകൊണ്ട് 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ സുഗ്രീവൻ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴിപോലെ. അവിടെ പോയി ഭഗവാൻ അവനെ രക്ഷിക്കുക എന്നാണ്. ശ്രീരാം ഭഗവാൻ അവിടേക്ക് ചെന്ന് പാലനം ചെയ്യുക, രക്ഷിക്കുക. എന്താ കാരണം? സുഗ്രീവനെ രക്ഷിക്കാൻ ആരും വേണ്ടേ? അല്ലെങ്കിൽ അവിടെ തന്നെയല്ലേ കഴിയാൻ പറ്റൂ ഉള്ള കാലവും. ഈ ബാലി അവിടെ നിന്ന് എങ്ങോട്ടും പോയാൽ ബാലി വധിക്കത്തില്ല. അതുകൊണ്ട് അവിടെ സുഗ്രീവനെ രക്ഷിക്കൂ, ഭഗവാൻ ചെന്ന് പാലിക്കൂ. അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നേരെ വരും. ഇവർ രണ്ടും സഖ്യം ചെയ്താൽ സീതയുടെ കാര്യം സുഗ്രീവനെ അന്വേഷിക്കും, സുഗ്രീവൻ്റെ കാര്യം ഭഗവാനും പാലിക്കും, രക്ഷിക്കും. അതാണ് അവിടെ പറയുന്നത്. ശബരി ഇത്രയും പറഞ്ഞു കൊടുത്ത്.
4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡപ്പൻ സുഗ്രീവൻ അവിടെ കഴിയുന്നു. അതുകൊണ്ട് ഭഗവാൻ ചെന്ന് ശ്രീരാമദേവൻ അവിടെ ചെന്ന് അവനെ രക്ഷിക്കണം, പാലനം ചെയ്യുക. അവനെ വഴി പോലെ എന്താണ് അവിടെ വേണ്ടത് അതുപോലെ ചെയ്തു കൊടുക്കണം. സുഗ്രീവനെ കൊണ്ട് ഒന്ന് ഇറങ്ങിപ്പോയാലും ചെയ്യാൻ പറ്റുമോ? സുഗ്രീവൻ എങ്ങോട്ടെങ്കിലും പോയാൽ ബാലി കണ്ടുപിടിക്കത്തില്ലേ? അപ്പോൾ അദ്ദേഹം അവിടെ ഒളിവിലിരിക്കുകയില്ലേ? അതുകൊണ്ട് അവനെ രക്ഷിക്കണമെങ്കിൽ ശ്രീരാമദേവന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് അവനെ വഴിപോലെ എങ്ങനെ വെച്ചാൽ അത് രക്ഷിക്കൂ, പാലിക്കൂ. അപ്പോൾ എന്ത് വരും? ആ സുഗ്രീവൻ ഭഗവാന് വേണ്ടുന്ന വഴി ഒപ്പിച്ചോളൂ സീതയെ കണ്ടുപിടിക്കാൻ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോട്, എന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടും. അതുകൊണ്ട് സുഗ്രീവനോട് സഖ്യം ചെയ്യൂ, സുഹൃത്തായി സഖ്യം ചെയ്യൂ. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും തീർന്ന് കാര്യമൊക്കെ സാധിക്കും, ഇരുകൂട്ടരുടെയും കാര്യം സാധിക്കും. ബാല്യെ കൊണ്ടുള്ള ദോഷം സുഗ്രീവനും മാറും. സീതയെ കൊണ്ടുള്ള വിഷമം കണ്ടുപിടിക്കാൻ ശ്രീരാമദേവനും പറ്റും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. ഇനി എനിക്ക് പോകാനുള്ള സമയമായി, ഞാനിനി ഭഗവാന്റെ പാദപങ്കജത്തിൽ ചേരാനായിട്ടുള്ള സമയമായി. അതാണ് ശബരി പറയുന്നത്. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽപാദ പങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. നേരിട്ട് കണ്ട് ഭഗവാനെ കണ്ടിട്ട് ശബരി ഭഗവാൻ തന്നെ ചേരാനുള്ള സമയമാകുന്നു. പാർക്കണം മുഹൂർത്ത മാത്രം ഭവാൻ അത്രൈവമേ തീർക്കണം മായാകൃതബന്ധനം ദയാനിധേ. അതുകൊണ്ട് പാർക്കണം, മുഹൂർത്തം മാത്രം ഒന്ന് പാർക്കണം. ഭവാൻ അത്രൈവമേ എനിക്ക് വേണ്ടി എന്താ എൻ്റെ മായാകൃത ബന്ധനം, ഈ മായയുള്ള ബന്ധനങ്ങൾ അല്പം കൂടെ അതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക്. അതുകൊണ്ട് ദയാനിധേ ഇത് തീർക്കണം, ഇത്രയും ചെയ്യാൻ വേണ്ടി അല്പം ഒന്നുകൂടെ പാർക്കണം, ആ ഒരു സമയം കൂടെ അല്പസമയം കൊണ്ട്. അതുകൊണ്ട് ദയാനിധേ ഭക്തി പൂണ്ടിത്ത ഉക്കുതാ ദേഹത്യാഗവും ചെയ്തു മുക്തി സിദ്ധിച്ചതു ശബരിക്ക് അത് കാലം. അങ്ങനെ ശബരി സന്തോഷമായിട്ട് മുക്തിയൊക്കെ സാധിച്ചു, ദേഹത്യാഗം ചെയ്തു. അവർക്ക് ആനന്ദമായി, പരമാത്മയിൽ ലയിച്ചു കഴിഞ്ഞു. ഭക്തവത്സരൻ പ്രസാദിക്കൽ ഇന്നവർക്കെന്നില്ലെത്തിടും. അപ്പോൾ ഭക്തവത്സരൻ ഭഗവാൻ കൃഷ്ണനായാലും ശ്രീരാമനായാലും എല്ലാം ഒന്നല്ലേ. അതുകൊണ്ട് ഭക്തവത്സരൻ ഇവരെല്ലാം ഭക്തന്മാർക്ക് അത്ര വാത്സല്യമുള്ള ഭഗവാന്മാരാണ്. ആ ഭഗവാന്റെ പ്രസാദം ഇന്നവർക്കെന്നില്ല. ഭക്തവത്സലൻ ഭഗവാൻ ശ്രീരാമൻ പ്രസാദിക്കിൽ, അല്ലെ നാരായണൻ കൃഷ്ണൻ പ്രസാദിക്കിൽ ഇന്നവർക്ക് എന്ന് ഇല്ല, ആർക്കൊന്നുമില്ല. ആരാണ് ഭക്തൻ അവിടെ അങ്ങനെയുള്ളൂ. എന്താ എത്തിയിടും മുക്തി, ആരായാലും അവർക്ക് എത്തിയിടും മുക്തി. നീച ജാതികൾക്കെന്നാകിലും ഏത് നീചമായാലും അവിടെ ഭക്തിക്കാണ് മഹാത്മ്യം. ഭഗവാനല്ലാതെ നീചനെന്നോ അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് ഭക്തവത്സലൻ പ്രസാദിക്കൽ ഇന്നവർക്ക് എന്നില്ലെത്തിയിടും മുക്തി നീച ജാതികൾക്കെന്നാകിലും. പുഷ്കര നേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ട് ഒന്നുമില്ലെന്ന് ധരിക്കണം. ഭഗവാൻ പുഷ്കരനേത്രൻ ശ്രീരാമ ഭഗവാൻ പ്രസാദിച്ചാൽ ജന്തുക്കൾക്ക് ആർക്കായാലും പ്രസാദിച്ചാൽ ദുഷ്കരമായിട്ട് ഒന്നുമില്ല, ഒക്കാത്തതായി ഒന്നുമില്ല. ഒന്നും ഭഗവാൻ അസാധ്യമായില്ല, എല്ലാം സാധ്യമാക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ധരിക്കണം. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി പറയുക. ശബരി സന്തോഷമായിട്ട് പോകുന്നു, അതുപോലെ നമ്മളും ആകാനാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമ പാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥ ഉപദേശാൽ. അപ്പോൾ എന്ത് വന്നു? എല്ലാവരും മനസ്സിലാക്കി ഭക്തിക്കാണ് മാഹാത്മ്യം, ഭഗവാൻ ചേരാൻ. അതുകൊണ്ട് എന്ത് വന്നു? ഓരോരോ മന്ത്ര തന്ത്ര ധ്യാന കർമാദികൾ. ആർക്കും മന്ത്രവും വേണ്ട, തന്ത്രവും വേണ്ട, ധ്യാന ജപങ്ങളൊന്നും ദൂരെ സഞ്ചരിച്ച് ദൂരെ കളഞ്ഞ്. എന്നിട്ട് എന്താ? ആലാപങ്ങൾ, ഭഗവാന്റെ ആലാപനങ്ങളും എന്തു പറയാ, ഭക്തിമാർഗങ്ങൾ, പ്രേമമാകുന്ന ഭക്തിയും അതാണ് ഗുരുനാഥോ ഉപദേശം. ഇതൊക്കെയാണ് ഇപ്പോൾ ഗുരുനാഥന്മാർ ഉപദേശിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നന്നായി ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്തി ആരാധിക്കൂ. നാരായണ നാരായണ, ഈ നാരദ മഹാമുനിയെ പോലെ നമുക്ക് എപ്പോഴും മന്ത്രങ്ങൾ ഉച്ചരിക്കണ്ടേ. ഏത് ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ കൃഷ്ണ നാരായണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അടക്കം ഭഗവാനെ നാരായണ കുടിക്കുന്നത്. എന്ത് ജോലി ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോൾ കുളിക്കുമ്പോഴും എന്ന് വേണ്ട എല്ലാ സമയത്തും കിടന്നുറങ്ങാൻ സമയത്തും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ഭക്തിയുള്ള കാര്യം. അതുകൊണ്ട് ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു. എന്നിട്ട് എന്ത് തൻ ഗുരുനാഥോ ഉപദേശാൽ. ശ്രീരാമൻ പറഞ്ഞ ആ ഉപദേശം ഇതാണ്. നമുക്ക് ഭഗവാൻ കൃഷ്ണനും ശ്രീരാമനൊക്കെ നമുക്ക് ഗുരുക്കന്മാരാണ്. അതിനാണല്ലോ വന്നേക്കുന്നത്. നമ്മളെ നന്നാക്കാനല്ലേ, ഇതൊക്കെ അറിയാത്തവർക്ക് പറഞ്ഞു തരാനല്ലേ വന്നത്. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ഇത് രാമായണമായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ശ്രീരാമനെ പറയുന്നു. ഈ ശ്രീരാമൻ തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ. ഭാഗവതം വായിക്കുമ്പോൾ കൃഷ്ണനെ പറയുന്നത്, അത്രയേ ഉള്ളൂ. അവിടെ അജ്ഞാനിക്കേണ്ട കാര്യമില്ല, എല്ലാം ഏകമാണ്.
അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം, ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ഇതൊക്കെ വേണം. ശ്രീരാമചന്ദ്രൻ്റെ കഥ ഇത് ഒരാൾ പറഞ്ഞ കേൾക്കുക. ഇപ്പം തന്നെ ഞാൻ എൻ്റെ അറിവനുസരിച്ച് പറയുന്നത് കേൾക്കുക. ഭക്തമക്കൾ കേൾക്കുന്നുണ്ട്, കേൾക്കുക. അതുപോലെ ചൊല്ലുക, അറിയാവുന്നവർക്ക് ചൊല്ലുക. ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുക. ഈ ഭഗവാൻ ഭക്തന്മാരായ ശ്രീരാമ ഭക്തനായാലും ശ്രീരാമനെ ഭജിക്കുന്നവർ കൃഷ്ണനെയും ഭജിക്കുമല്ലോ. കാരണം എല്ലാം ഒന്നാണല്ലോ. അജ്ഞാനമല്ല, അതൊന്നല്ല, ഏത് ദേവനെയും ഒന്നായിട്ടാണ് കാണും. ഇപ്പം നമുക്ക് ദേവിയും അയ്യപ്പസ്വാമിയും സുബ്രഹ്മണ്യസ്വാമിയും എല്ലാം ഒന്ന് തന്നെയാണ്. ഏത് നാമം ചൊല്ലിയാലും ശ്രീരാമൻ തന്നെയാ, അല്ലെങ്കിൽ കൃഷ്ണൻ തന്നെയാ, അല്ലെങ്കിൽ പരമാത്മാവെന്ന് കണ്ടാൽ മതി. ഞങ്ങളെല്ലാ നാമവും ചൊല്ലുമല്ലോ, എല്ലാം ഏകമാ. അതുകൊണ്ട് രാമമന്ത്രം എന്ന് മാത്രം ഇല്ല ഇതിനകത്ത്. അങ്ങനെ ചിന്തിക്കണ്ട. യേശുനാമം ചൊല്ലിയാലും അത് നമ്മൾ മനസ്സ് പരമാത്മാവാണ് ചിന്തിച്ചാൽ പിന്നെ അവിടെ വല്ല തർക്കമുണ്ടോ? അതുകൊണ്ടല്ലേ നമ്മളല്ലേ ഇതൊക്കെ, ഈ മനുഷ്യരല്ലേ ഇതൊക്കെ ഇങ്ങനെ ആക്കി വെച്ചത്. ഭഗവാൻ അവിടുന്ന് ഗുരുക്കന്മാരെ ദൈവപുത്രന്മാരെയൊക്കെ ഇങ്ങോട്ട് വിട്ടു നമുക്ക് വേണ്ടി. ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്ത് അങ്ങോട്ടും വെച്ച് ഇങ്ങോട്ടും വെച്ച് പങ്കിട്ടെടുത്ത്. എനിക്ക് ഇന്നാരേ മതി, അവിടെ കുറേ പേര് കൂടി, അതേ ഉള്ളു ദൈവം, ആ ദേവനാണുള്ളൂ വലിപ്പം. ഇങ്ങോട്ട് കുറേ പേര് ഇങ്ങോട്ട് പങ്കിട്ട് വേറൊന്നും ഇങ്ങോട്ട് ആറ്റിയത്. അങ്ങനെ ആക്കി വെച്ചാൽ ആരാ? മനുഷ്യരല്ലേ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം, ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. ഇത് യഥാർത്ഥം അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് മതത്തിന് വേണ്ടി മല്ലടിക്കുന്നത്. എൻ്റെ മതം ഉത്കൃഷ്ടം, നിൻ്റെ മതം ചീത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടികൂടുന്നത് എന്താ? ജ്ഞാനമില്ലാത്തതുകൊണ്ട്. ഈ യഥാർത്ഥം തത്വമസി എന്താണെന്ന് മനസ്സിലാക്കി വരുന്ന ഒരു ഭക്തനും മല്ലടിക്കാൻ പോകത്തില്ല. എല്ലാം ഏകമായി കാണാനും അതിൽ ആനന്ദിക്കാനും അത് രുചിച്ചറിയാനും അവർക്ക് സാധിക്കും. ഏത് നാമം പറഞ്ഞാലും അവർ അതിൽ ആനന്ദം കൊള്ളും. എന്താ കാരണം? എല്ലാം ഏകമാണെന്ന് അവർ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഇത് കൃഷ്ണ എന്ന് പറയുമ്പം എതിർ കക്ഷിക്കാർ കൃഷ്ണ, ഇപ്പുറത്തെ യേശു നസറായൻ. ഇതെന്താ കാരണം? ഉള്ളം ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളം നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ നന്നായ എല്ലാം നന്നാവും. നമ്മൾ ആദ്യം നമ്മളാരും പഠിക്കുക. നമ്മളെ തന്നെ പഠിക്കുമ്പോൾ എല്ലാം ഞാൻ ആരാണെന്ന് നാം തന്നെ പഠിച്ചെന്നാൽ സർവ്വം ഞാനാണെന്ന് അറിയും. പിന്നെ എങ്ങനെ തള്ളും? ആരെയും തള്ളാൻ പറ്റുമോ? എല്ലാം ഞാൻ എന്നെ കണ്ടറിയുമ്പോൾ, ഞാൻ എന്നെ രുചിച്ചറിയുമ്പോൾ, ഞാൻ ആരാണ്, എന്നിൽ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ സർവ്വം ഞാനാണെന്ന് മനസ്സിലാവും. ഞാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ലയെന്ന്. അപ്പം നമ്മൾ ആരെ തള്ളി പറയാൻ പറ്റും? അതാവാത്തതുകൊണ്ടാണ് ഇന്ന് അജ്ഞാനം ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വേറെ, നീ വേറെ. ഈ എന്ന് അവസാനിക്കുന്നത് അന്നേ നന്നാവും. എല്ലാവരും അങ്ങനെ ആയാലുണ്ടല്ലേ ഈ ലോകം സ്വർഗമായി മാറും. അത് ചെയ്യാത്തത്ര കാലം ഇങ്ങനെ അടിക്കും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ രാമമന്ത്രം ജപിച്ചുള്ള സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. ശ്രീരാമമയം സർവവും രാമമയം, സർവവും കൃഷ്ണമയം, സർവവും ബ്രഹ്മമയം, സർവവും ശക്തിമയം, അങ്ങനെ ശിവമയം, ഇങ്ങനെ എന്തൊരു മയമായാലും ഏത് പേര് പറഞ്ഞാലും മയം തന്നെയാണ്. പരമാത്മാവ് തന്നെയാണ്. ഈ മയം എന്ന് പറയുന്നതിൻ്റെ വാക്കുകൾക്കെല്ലാം ഏകം തന്നെയാണ്. ഇത്ര 1,000,000 കോടി തിരുനാമം ഉള്ളതെല്ലാം ഏകമായ ഈശ്വരൻ്റെ പരമാത്മാവിൻ്റെ നാമം തന്നെയാണ്. അത് ശ്രീരാമമയോന്നോ കൃഷ്ണമയോന്നോ ബ്രഹ്മമയോന്നോ എല്ലാം പറയാൻ എല്ലാം ആത്മമയം തന്നെയാണ്. അതുകൊണ്ട് ശ്രീരാമമയം ജഗൽ സർവമെന്ന് ഉറയ്ക്കുമ്പോൾ ഈ ജഗത്തിലെ സർവവും അത് നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. അപ്പോൾ നമുക്ക് ഐക്യം, അതാണ് ചേർച്ച, അതാണ് യോഗിയാകുന്നത്. ആ ചേർച്ച നമുക്ക് എന്നുണ്ടാകുന്നത് അതാണ് മോക്ഷം, കൈവല്യം. അപ്പോൾ നമ്മളും ആ യോഗീശ്വരനായി മാറുന്നു. രാമരാമേതി ജപിച്ചിടുക സദാകാലം, ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേഷണേ. ഇത്തം ഈശ്വരൻ പരമേശ്വരി ഈ കഥകൾ മൊത്തവും കേൾപ്പിച്ചത് ആരെ? പരമശിവൻ പാർവതിയെ. അതാണ് രാമരാമേതി ജപിച്ചിട്ടുള്ള സദാകാലം. ഭാമിനി ദേവി, പാർവതി, ഭദ്രേ പരമേശ്വരി പത്മേഷണേ. ഇത്തം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തം അരുളി ചെയ്ത് അത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായ ശ്രീരാമങ്കൽ ചിത്തം ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. അത്രയും ഭഗവാൻ പറഞ്ഞത് ആ ഉപദേശങ്ങളെല്ലാം കേട്ടപ്പോൾ രുദ്രാണി, ആ പരമേശ്വരി ഭഗവാന്റെ ഭാര്യ, ചിത്തമൊക്കെ ഉറപ്പിച്ചിട്ട് എന്തോന്ന് ലയിച്ചു, പരമാത്മാവിൽ ലയിച്ചു. അത് ശ്രീരാമനെന്നോ ശ്രീകൃഷ്ണനൊന്നുമില്ല, ആ പരമാത്മാവ് ശ്രീരാമ ഭഗവാനിൽ കഥയെല്ലാം കേട്ട് രുദ്രാണി, അത് പരമേശ്വരി ഭഗവാന്റെ ഭാര്യ, ഉപദേശങ്ങളെല്ലാം ഭഗവാന്റെ ഉപദേശമെല്ലാം ഇത് കൊടുത്തു. ഈ ശ്രീരാമ ഭഗവാന്റെ ഉപദേശം ഇതെല്ലാം പറഞ്ഞപ്പോൾ ഈ കഥ കേട്ടപ്പോൾ ആ രുദ്രാണി പരമാത്മാവായ ശ്രീരാമങ്കൽ അങ്ങ് ലയിച്ചു.
ചേർന്നു. ചിത്തമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ച് അരുളന്നി ജയിച്ച് അരുളന്നിരുന്നരുളിനാൻ ജയിച്ച് അരുളന്നിരുന്നരുളിനാൾ. ഇത്യധ്യാത്മ രാമായണേ ഉമാ മഹേശ്വര സംവാദേ ആരണ്യകാന്ഡം സമാപ്തം. ഇതെന്ത് രസമായതൊക്കെ വായിച്ചാൽ നമ്മൾ എത്രമാത്രം ആനന്ദിക്കും, നമ്മളത് ആയിത്തീർന്നവർക്കാണെങ്കിലോ പരമാനന്ദമാണെന്ന്. എനിക്ക് പരമാനന്ദം അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഇതെല്ലാം ഒത്തു വന്ന ഒരു വ്യക്തിയൊക്കെ ഇത് വായിക്കുമ്പോൾ എന്ത് ആനന്ദമാണ് അത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. തീർന്നവർ തന്നെ വായിക്കുമ്പോൾ അങ്ങനെ നമുക്കത് രുചിച്ചറിയാൻ നമ്മൾ ആ ഒരു ആനന്ദം ലഭിച്ചല്ലോ ഭഗവാനെ. എത്രമാത്രം ഭഗവാന്റെ നന്ദി ഒക്കെ പറയണം. ആ ഒരു അനുഭവം, ആ ചേർച്ച, ആ ഒരു യോഗം അനുഭവിക്കുമ്പോൾ അല്ലാത്തവർ അനുഭവിക്കാനുള്ള തയ്യാറെടുക്കണം. ഭക്തി കൊണ്ടല്ലാതെ ഒന്നുകൊണ്ട് സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭാഗവതവും രാമായണവും എല്ലാം ഇത് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ മറ്റു കാര്യങ്ങളെല്ലാം ത്യജിച്ചു എന്നിട്ട് ഗുരുക്കന്മാർ കൊടുക്കുന്ന ഉപദേശം എന്താ ധ്യാനം, ഈശ്വരാരാധന, ഭഗവാനെ ആരാധിക്കുക, പ്രേമമാകുന്ന ഭക്തി, ഇതിൽ കൂടി മാത്രമേ കൈവല്യം കിട്ടുകയുള്ളൂ എന്ന് എല്ലാ വേദങ്ങളും ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം നല്ല നല്ല മഹാത്മാക്കൾ പറയുന്നതനുസരിച്ച് അവർ സന്തോഷിച്ച് ലയിക്കുന്നു ഭക്തന്മാർ. അല്ലാത്തവർ എവിടേക്ക് യാഗമൊക്കെ ചെയ്ത് ലോകം മൊത്തം കറങ്ങി അങ്ങനെ കുറേ ഭക്തന്മാർ അങ്ങനെ നടക്കും. എന്നെങ്കിലും കരകയറും, കുറേ ജന്മങ്ങൾ എടുക്കും, നടന്നൊന്നും ചൊല്ലി കിട്ടത്തില്ലല്ലോ. ഭഗവാനെ ധ്യാനിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പാടി പുകഴ്ത്തുകയും ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയും വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു വരുമ്പോഴല്ലയോ ഭക്തി വർദ്ധിക്കുന്നത്. അപ്പോഴല്ലേ നമുക്ക് ഒരു അതിഭയങ്കരമായ പ്രേമമാകുന്ന ഭക്തി ഭഗവാനിൽ വരുന്നത്. ഇത് കേട്ടും പറഞ്ഞും ഒക്കെ വരുമ്പോൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ് നമുക്കത് തത്വമസിയായി മാറുന്നത്. ആ തത്വം, ആ ഭഗവാന്റെ ആ വാക്യം ഇത് എന്ന് ഉൾക്കൊള്ളുന്ന നമുക്ക് ഭഗവാനിൽ ചേരാം, യോഗമായി വരും. ഇതാണ് ഇതിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.